ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിൽ ഓംകാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ ആത്മാവിൽ ഓംകാരനാദ ബ്രഹ്മമേ ഓംകാരനാദ ബ്രഹ്മമേ. കനിഞ്ഞെന്നെ അനുഗ്രഹിച്ചിടും നേരം തിരുവുള്ളം കനിഞ്ഞെന്നെ അനുഗ്രഹിച്ചിടും നേരം തിരുവുള്ളം പരമാത്മാ സ്വരൂപം ഈ ലോകത്തിലേക്ക് താണിറങ്ങി വന്ന് ഒരു രൂപം സ്വീകരിച്ച്, മർത്യരൂപം സ്വീകരിച്ച് പ്രത്യക്ഷമായി വാണിരുന്നുകൊണ്ട് ഇഹപരലോക വ്യവസ്ഥകൾ തെളിയിച്ച് ഇഹലോകവും പരലോകവും മനുഷ്യ ആത്മാക്കളിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ള പരമസത്യത്തെ വ്യക്തമായി ബോധ്യപ്പെടുത്തി അനുഭവപ്പെടുത്തിക്കൊണ്ട് ഇഹലോകത്തിലേക്കുള്ള നിയമങ്ങളും പരലോകത്തിലേക്കുള്ള നിയമങ്ങളും ഒരുപോലെ വെളിപ്പെടുത്തിക്കൊണ്ട് വാണിരുന്ന പുനതിരുമേനിയുടെ ഉന്നതമായ നിയമങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ഇന്നത്തെ നമ്മുടെ ഞായറാഴ്ച ആരാധന. സർവശക്തി തന്നെ പ്രത്യക്ഷമായി നിന്നുകൊണ്ട് പാസാക്കി ഐശ്വര്യപൂർണമായ സമ്പൽ സമൃദ്ധമായ ദാരിദ്ര്യമില്ലാത്ത ഉന്നതമായ നിലവാരത്തിലുള്ള ജീവിതം പുലർത്തുവാൻ വേണ്ടി ആത്മലോകത്തിന് വേണ്ടി പ്രദാനം ചെയ്ത ഉത്രാട പൂജയുടെ ദിനം കൂടിയാണ്. ഇപ്രകാരം പുണ്യങ്ങൾ ഒത്തുചേർന്ന് വന്ന ഈ ദിനത്തിൽ നമുക്ക് നമ്മുടെ സന്താനങ്ങൾക്ക് സന്നിധാനത്തിലേക്ക് പ്രവേശിക്കുവാനോ ആരാധനകളിൽ ഇടപെടുവാനോ ഒന്നും കഴിയുന്നില്ല എങ്കിൽ പോലും മുടക്കം കൂടാതെ മഹാശക്തിയുടെ തിരുവെഴുന്നള്ളത്തും ജ്ഞാനവർഷവും ആനന്ദാഭിഷേകവും അനുഭവിച്ചുകൊണ്ട് ഇപ്രകാരമൊക്കെ ഇത് നടത്തുവാൻ ജഗദീശ്വരൻ അനുവദിക്കുന്നത് അവിടുത്തെ മഹാകാരുണ്യമാണ്. എപ്പോഴും ആർത്തി മനുഷ്യ ഹൃദയങ്ങളിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നാൽ ജഗദീശ്വരൻ കരുണ ചൊരിഞ്ഞ് തൻ്റെ തിരുഹൃദയത്തിൽ നിന്നും ജ്ഞാനങ്ങൾ ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടിരിക്കും. അത് മർത്യലോകത്തിന് ഉപയോഗമായി വരും. മർത്യലോകത്തിന്റെ സൽഗുണങ്ങളെ വർദ്ധിപ്പിക്കുന്നതിന് ഉപകാരമായി വരും.
അത് ലോകോപകാരമായി ഭവിക്കും. അപ്രകാരം ആത്മാക്കളും പരമാത്മാവുമായി ചേർന്ന് ഒന്നിച്ചു നടത്തുന്ന അതിവിശിഷ്ടമായ ആദർശ സ്ഥാപനമാണ് ആത്മബോധോദയ സംഘം. ആദർശ പുരുഷന്റെ ആശ്രമമാണിത്. ആദർശ പുരുഷന്റെ ആശ്രമമാണിത്. ആലോകമീ ലോകം ഇതുതന്നെ ആശ്രമം. ആലോകമീ ലോകം ഇതുതന്നെ ആശ്രമം. പ്രകൃതിയെല്ലാം ഉപകരണങ്ങൾ. പ്രകൃതിയെല്ലാം പ്രമാണങ്ങളും ഇതുതാനെന്നും. പ്രകൃതിയെല്ലാം പ്രമാണങ്ങളും ആദർശ പുരുഷന്റെ ആശ്രമമാണിത്. ആരാധിപ്പവരിവിടെ വരണം. ആരാധിപ്പവരിവിടെ വരണം. ആദർശ പുരുഷനാകുന്ന ഈശ്വരൻ തന്റെ ആദർശം നടപ്പാക്കുവാൻ വേണ്ടി ലോകത്തിൽ സ്ഥാപിച്ച സ്ഥാപനമാണ് ആത്മബോധോദയ സംഘം. അതിന്റെ ബാക്കി സ്ഥാപനമാണ് ശുഭാനന്ദ ആശ്രമം. സർവശക്തിയുടെ കരുണ, സർവശക്തിയുടെ അനുഗ്രഹം, സർവശക്തിയുടെ ജ്ഞാനം ആത്മലോകത്തിന് പ്രദാനം ചെയ്യുവാൻ വേണ്ടി ഈ ലോകത്തിൽ താൻ നിശ്ചയിച്ച് കണ്ടെടുത്ത സ്ഥലവും സന്നിധാനവുമാണിത്. ദേവലോക തുല്യമായ ദേവാലയം. ഇവിടെ ദേവാദിദേവൻ അധിവസിച്ച് ആനന്ദിക്കുകയാണ്. ആ ആനന്ദം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയാണ്. ആ പകർന്നു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാനുള്ള ഹൃദയങ്ങൾ എപ്പോഴും ഒരുക്കപ്പെട്ട് തന്റെ തിരുമുൻപിൽ ഉണ്ടെങ്കിൽ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ഒരു തടസ്സവുമില്ലാതെ ജ്ഞാനപ്രവാഹം, ജ്ഞാനഗംഗ, ശുഭാനന്ദ ഗംഗ അതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. ആ ജ്ഞാനപ്രവാഹത്തിൽ, ആ ജ്ഞാനഗംഗയിൽ ഇറങ്ങി കുളിക്കുമ്പോൾ ആത്മശുദ്ധി ഉണ്ടാകും, ആനന്ദം ലഭിച്ചിടും. ആ ആനന്ദത്തിന് വേണ്ടി, ആത്മശുദ്ധിക്ക് വേണ്ടി പ്രയത്നിക്കുന്ന പ്രയത്നമാണ് ആധ്യാത്മിക ജീവിതം. ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ, ഈ ലോക കർമ്മങ്ങളോടൊപ്പം തന്നെ ആധ്യാത്മിക ജീവിതം ചെയ്യുവാനുള്ള പ്രത്യേക പദ്ധതികൾ ലോകത്തിൽ ആവിഷ്കരിച്ച് നടപ്പാക്കിക്കൊണ്ടാണ് ശുഭാനന്ദ ഗുരുദേവൻ ആത്മബോധോദയ സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർവശക്തിയുടെ കാരുണ്യത്തിലും കാർമ്മികത്വത്തിലും നടത്തുന്ന ഉന്നതമായ ആദർശം. ആ കാരുണ്യ തണലിൽ ജീവിക്കുവാൻ കഴിയുക, ദൈവം തിരുവവതാരമായി വന്ന് ഗുരുവായി വാഴുമ്പോൾ തന്നെ ശിഷ്യരായി ജീവിക്കുവാൻ കഴിയുക, തന്റെ തിരുനാമങ്ങൾ തന്റെ തിരുച്ചങ്കിൽ നിന്ന് ഉദിച്ചുയർന്നു വന്നത് തിരുനാമിൽ കൂടി പുറത്തേക്ക് ഒഴുകി വന്ന തിരുനാമ സങ്കീർത്തനങ്ങൾ ആലപിക്കാനുള്ള ഭാഗ്യമുണ്ടാകുക, കൃത്യമായ
രൂപത്തിലേക്ക് അഥവാ പരമാനന്ദത്തിലേക്ക് എത്തിക്കുന്ന നിയമങ്ങൾ താൻ തന്നെ എഴുന്നള്ളി ശക്തിസമ്പൂർണനായി ജ്ഞാനസമ്പൂർണനായി വാഴുന്ന സന്ദർഭത്തിൽ ദാനം ചെയ്ത നിയമങ്ങൾ പാലിക്കാൻ ഭാഗ്യമുണ്ടാവുക ചെറിയ കാര്യങ്ങളല്ല ഇതൊന്നും. ലോകത്തിൽ എവിടെയും ലഭിക്കാത്ത കാര്യങ്ങളാണ്, ആരെക്കൊണ്ടും സാധിക്കാത്ത കാര്യങ്ങളാണ്. അതിൻ്റെ വർണ്ണനാതീതമായ മഹിമാവിശേഷങ്ങളെ എപ്പോഴും നമ്മൾ ചിന്തിച്ചാൽ എങ്ങനെ പാപങ്ങൾ ചെയ്തിടും, എങ്ങനെ ഒരു ചിന്താദോഷം നമ്മളിൽ എത്തും? ഒരിക്കലും എത്തുകയില്ല. കാരണം എന്താണ്? ഏറ്റവും ഭാഗ്യാവസ്ഥയിൽ ഞാൻ വന്ന് നിലകൊള്ളുന്നു. എൻ്റെ ഗുരുവിന്റെ മുൻപാകെ, ജന്മിയാകുന്ന ജഗദീശ്വരന്റെ തിരുമുൻപാകെ ഞാൻ എത്തിയിരിക്കുന്നു. എനിക്ക് ഇനി ഒരു നിമിഷം പോലും ഇതിൽ നിന്ന് വേറിട്ടൊരു ചിന്ത എന്നിൽ ഉണ്ടാകരുത് എന്നുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു അവസ്ഥ, പ്രത്യേകമായ ഒരു മാനസികാവസ്ഥ, സൂക്ഷിച്ചുള്ള ജീവിതം എപ്പോഴും ഒരു ആത്മാവിൽ ഉണ്ടായിരിക്കും. അതിന് ആദ്യം വേണ്ടത് എന്താണ്? ഇതെന്താണ് എന്നുള്ള സത്യം നമ്മളിൽ അനുഭവമാക്കുക എന്നുള്ളതാണ്. ഉറപ്പിക്കുക. എല്ലാ കാര്യങ്ങളും ലോകത്തിൽ ചിന്തിച്ചാൽ അറിയാം, ആരും ഒന്നും പൂർണ്ണമായി അനുഭവപ്പെട്ടിട്ടല്ല ഒന്നിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. ഒരു വ്യക്തി ഡോക്ടറാകണമെന്ന് ആഗ്രഹിച്ച് പഠനം തുടങ്ങുമ്പോൾ കൃത്യമായി അവൻ ഡോക്ടർ ആകുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് പ്രവൃത്തി തുടങ്ങുന്നതെങ്കിലും എത്ര പേർക്ക് പൂർണ്ണമാക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർ പൂർണ്ണമാക്കുന്നുണ്ട്? എങ്കിലും ആ പ്രതീക്ഷയോടുകൂടി, ആ വിശ്വാസത്തോടുകൂടി അവൻ പരിശ്രമിക്കുമ്പോൾ, കൃത്യമായി പരിശ്രമിച്ചാൽ അവൻ MBBS പാസ്സാകുന്നു, ഒരു ഡോക്ടറാകുന്നു. അതുപോലെ ലോകത്തിലുള്ള നിരവധി കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ചു നോക്കാവുന്നതും പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതുമാണ്. ഒന്നും പൂർണ്ണമായി അറിഞ്ഞുകൊണ്ടല്ല ആരും ഒന്നിലേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ദൈവം എൻ്റെ കൂടെ വാഴുന്നു എന്ന് എൻ്റെ ഗുരു എന്നെ പറഞ്ഞു ബോധ്യപ്പെടുത്തി. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ എന്നിൽ വാഴുന്ന ഗുരുരൂപത്തെ എനിക്ക് കാണാൻ കഴിയുമെന്നുള്ള വിശ്വാസിയാകണം. വിശ്വരൂപം കാണണം, വിശ്വാസിയാകണം, വിശ്വരൂപം കാണണം, വിശ്വാസിയാകണം, വിശ്വരൂപം കാണണം, വിശ്വാസിയാകണം, വിശ്വരൂപം കാണണം. മനനമറ്റ ആത്മാവിൽ മാത്രമേ വിശ്വരൂപം കാണാൻ കഴിയുള്ളൂ. ആശയറ്റ ആത്മാവിൽ മാത്രമേ വിശ്വരൂപം കാണാൻ കഴിയുള്ളൂ. ആദ്യം അതിന് നമുക്ക് ഉണ്ടാകേണ്ടത് വിശ്വാസത്തിൽ അടിയുറയ്ക്കുക എന്നുള്ളതാണ്. വിശ്വാസിക്ക് മാത്രമേ ആശ്വാസം ഉണ്ടാവുകയുള്ളൂ. ആശ്വാസമുള്ളവർക്കേ ആനന്ദം ഉണ്ടാവുകയുള്ളൂ. ആനന്ദം ഉണ്ടെങ്കിലേ ആനന്ദ രൂപത്തിൽ എത്താൻ കഴിയുള്ളൂ. അങ്ങനെ പടിപടിയായി നമുക്ക് ഉയർന്നു വന്ന് നമ്മുടെ ഗുരുവുമായി ചേർന്ന് ആനന്ദിക്കുവാനും അതിസുഖത്തിൽ എന്നും വളരുവാനും ഈ ലോകത്തിൽ വെച്ച് തന്നെ പരമാത്മരൂപത്തെ ആത്മാവിന്റെ രൂപമായി കണ്ടുകൊണ്ട് ആരാധിക്കുവാനും ആനന്ദിക്കുവാനും ഒക്കെയുള്ള മഹനീയമായ സന്ദർഭം ഒരുക്കി വെച്ചുകൊണ്ട് ജീവന്റെ ഉടമസ്ഥനാകുന്ന ജീവനാഥൻ, ജഗത്തിന്റെ ഉടമസ്ഥനാകുന്ന ജഗദീശ്വരൻ, സർവജ്ഞാനത്തിന് ഉടമസ്ഥനാകുന്ന സർവജ്ഞാന സ്വരൂപൻ ഈ ലോകത്തിൽ ഇതാ പ്രത്യക്ഷമായി നിലകൊള്ളുന്നു. നിങ്ങൾ ആരാധിച്ചു കൊള്ളുക, നിങ്ങൾ ആശ്രയിച്ചു കൊള്ളുക, അടിമണിഞ്ഞ് ആരാധിച്ചു കൊള്ളുക. സർവശക്തി നിങ്ങളിൽ പ്രത്യക്ഷമായി നിലകൊള്ളുമാറാകട്ടെ. അതിൽ കവിഞ്ഞൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല. എന്റെ ആത്മാവിന്റെ രൂപം എന്റെ ഗുരുവിന്റെ രൂപമായി തീരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അതിശ്രേഷ്ഠമായിരിക്കും. അതിനോടനുബന്ധിച്ച് നിനക്ക് ലോകത്തിൽ വേണ്ടതെല്ലാം ഗുരു കൊണ്ടുവന്ന് തരും, യാതൊരു സംശയവും വേണ്ട. ഈ സ്ഥാപനം നിലനിൽക്കുന്നത് പോലും അങ്ങനെയാണ്. ഇവിടെ നമ്മളൊന്നും ഒരു ബിസിനസ് നടത്തിയല്ല ഇന്ന് കാണുന്നതൊക്കെ ഉണ്ടാക്കിയത്. ഗുരുവിന്റെ കാരുണ്യത്തിന് വേണ്ടി കരഞ്ഞപേക്ഷിച്ച് പ്രാർത്ഥിച്ച് ഈശ്വരനെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ഒരു കൂട്ടം സാധുക്കൾ, അവരുടെ ഇടയിലേക്ക് ദൈവം പ്രത്യക്ഷമായി നിന്നുകൊണ്ട് പ്രവർത്തിച്ച് മറ്റുള്ളവരിലേക്ക് ഈ ജ്ഞാനത്തെ പകർന്നു കൊടുത്ത് അവർ മറ്റുള്ളവരിലേക്ക് പകർന്ന്, അങ്ങനെ പകർന്ന് ആത്മ തേജസ്സിൽ ആത്മാക്കൾ വളർന്നപ്പോൾ അവർക്ക് വേണ്ടതെല്ലാം പ്രകൃതിയിൽ കൂടി ഈശ്വരൻ ദാനം ചെയ്തു. അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനവും വളർന്നത്. അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം ഉയർന്നത്.
ലോകം അംഗീകരിക്കത്തക്ക നിലയിലേക്ക് ഓരോ തിരുശരീരത്തിലൂടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിച്ച് ഇപ്രകാരം വളർത്തി ഉയർത്തിയത് ആത്മാക്കളിലൂടെയാണ്. അവർക്ക് നേതൃത്വം കൊടുക്കാനാണ് ഈശ്വരൻ ലോകത്തിൽ മർത്യശരീരത്തിൽ വാഴുന്നത്. അറിവുകൾ ഗ്രഹിച്ച് അറിവിനൊത്ത് ജീവിച്ച് അറിവിന്റെ പരിപൂർണ്ണ രൂപനാകുന്ന ഈശ്വരനിലേക്ക് നമ്മൾ ലയിക്കണം. അപ്പോഴാണ് നമുക്ക് എല്ലാം ഉണ്ടാകുന്നത്. അതിനിപ്പുറത്തുള്ളതൊന്നും നമുക്ക് ഉള്ളതായി നിൽക്കുന്നതല്ല, എല്ലാം നഷ്ടമായി പോകുന്നതാണ്. എന്ന് നമുക്ക് കൂടെ നിൽക്കുന്നത് നമ്മുടെ ഗുരു മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഗുരു എന്ന് നമ്മൾ പലയിടങ്ങളിലും പ്രയോഗിച്ചിരിക്കുന്നത്. എൻ്റെതായി കരുതാൻ, ഓരോരുത്തർക്കും എൻ്റെതായി കരുതാൻ ഗുരു മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, മാറി മറിഞ്ഞു പോകുന്നതാണ്. ലോകത്തിൽ ഇന്ന് ഒരച്ഛൻ, ഒരമ്മ, 2 മക്കൾ അങ്ങനെ ജീവിക്കുമ്പോൾ മക്കള് അച്ഛനെ അമ്മയെ ബഹുമാനിക്കുന്നു, അച്ഛനും അമ്മയും മക്കളെ സ്നേഹിക്കുന്നു. കഴിഞ്ഞ ജന്മം ഇവർ തിരിച്ചായിരുന്നു എന്നുള്ള സത്യം അവരറിയുന്നില്ല. അറിഞ്ഞാൽ എങ്ങനെ ജീവിതം നടക്കും? കഴിഞ്ഞ ജന്മം ഈ മക്കളായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും, അവരറിയുന്നില്ല. അങ്ങനെ ഒരു അറിവ്, ജന്മാന്തരങ്ങളുടെ ഒരു അറിവ് ഒരു സാധാരണ മനുഷ്യന് കിട്ടിയാൽ എന്തായിരിക്കും അവസ്ഥ? പരസ്പരമുള്ള സ്നേഹവും ബന്ധവും ബഹുമാനവും ഒക്കെ എവിടെ പോയി മറയും? എങ്ങനെ കരുതും? എങ്ങനെ വിശ്വസിക്കും? എങ്ങനെ ആശ്രയിക്കും? എങ്ങനെ പ്രവൃത്തികൾ നടത്തും? ഇതിനുള്ളടക്കമായി പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ അതിനെല്ലാം അർപ്പിച്ചൊരു മായാമാജിക്കിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തെ കണ്ട് കരുതിക്കൊണ്ട് ജീവിച്ചാൽ ഒരു നഷ്ടവും ഒരു കഷ്ടവും ഒരു രോഗവും ഒരു ദുഃഖവും ഒന്നും ഉണ്ടാകില്ല. അതിനുവേണ്ടി നിശ്ചയദാർഢ്യത്തോടുകൂടി, ഇച്ഛാശക്തിയോടുകൂടി, ആത്മശക്തിയോടുകൂടി, ആത്മബലത്തോടുകൂടി ഓരോരുത്തരും ജീവിക്കുക. ഏവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർണ്ണമായി 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 വാഴണേ, പൂർണ്ണമായി 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 വാഴണേ, പൂർണ്ണമായി 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 വാഴണേ, പൂർണ്ണരൂപം പൂരമായി എന്നിലെന്നും വാഴണേ, പൂർണ്ണമായി 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 വാഴണേ, പൂർണ്ണമായി 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 വാഴണേ, പൂർണ്ണരൂപം പൂരമായി എന്നിലെന്നും വാഴണേ, ഉന്നതനാകുന്ന ജഗദീശ്വരൻ ഈ ലോക സൃഷ്ടി ചെയ്ത് അതിൽ ആനന്ദിക്കുവാൻ തീരുമാനിച്ച് ഈ കാണുന്ന സമസ്ത പ്രപഞ്ച പ്രകൃതികളിലും അധിവാസം ചെയ്തുകൊണ്ട് ഇപ്പോൾ വാഴുകയാണ്. ഇതിനുള്ളിൽ അധിവസിക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഈ പ്രകൃതിയിൽ കാണുന്ന സർവ്വ സൃഷ്ടികളിലും അഥവാ ചരാചരങ്ങളിലും ഈ പ്രകൃതിക്ക് ഉൾക്കാമ്പായി നിൽക്കുന്നതും ഏകശക്തിയാണെന്നുള്ള ബോധം ആത്മാക്കൾ മനസ്സിലാക്കാതെ ലോകമെങ്ങും ഈശ്വരനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇതിനുള്ളിൽ നിൽക്കുന്ന വസ്തു ഇതെല്ലാം കണ്ട് ആനന്ദിക്കുകയാണ്. ഇതിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഇതിലുള്ള വ്യത്യാസങ്ങൾ, ഇതിനുള്ളിൽ ഉണ്ടായിരിക്കുന്ന വൈരുദ്ധ്യങ്ങൾ ഇതെല്ലാം തനിക്ക് ആനന്ദിക്കുവാൻ വേണ്ടി താൻ തന്നെ തീരുമാനിച്ച് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അത് ഈ ജ്ഞാനം
ഗ്രഹിച്ച ആത്മാവിൽ ബോധം ഉണ്ടാകുമ്പോൾ, ഈ ജ്ഞാനത്തിന്റെ ആത്മാവിന്റെ ബോധം ഉണ്ടാകുമ്പോൾ, ആ ചിന്താശേഷി വർദ്ധിച്ചു വരുമ്പോൾ ആ ചിന്താശേഷി വർദ്ധിച്ചു വരുമ്പോൾ മാത്രമേ ഒരാളിന് ഇതിന്റെ സത്യാവസ്ഥ മനസ്സിലാവുകയുള്ളൂ. മാത്രമേ ഒരാൾക്ക് സത്യാവസ്ഥ ഈ മനസ്സിലാക്കി സൃഷ്ടിയെയും സൃഷ്ടിയെയും സൃഷ്ടിക്കുൾക്കാമ്പായി നിൽക്കുന്ന ശക്തിയെയും സൃഷ്ടിക്കുള്ളമായ ശക്തിയെയും ഇതിനെല്ലാം കാരണഭൂതമായിരുന്ന ഏകവസ്തുവിനെയും ഇതെല്ലാം കാരണമായ ഏകവസ്തുവിനെയും പൂർണ്ണമായും ആത്മാവിൽ ബോധ്യമാകണമെങ്കിൽ പൂർണ്ണമായ ആത്മാവിൽ ബോധ്യമാകണമെങ്കിൽ ആ കൃത്യമായി ഈ ജ്ഞാനം ആത്മാവിൽ ഭവിച്ച് അകക്കണ്ണ് തുറക്കണം. ആ കൃത്യമായി ജ്ഞാനം ആത്മാവിൽ ഭവിച്ച് അകക്കണ്ണ് തുറക്കണം. അങ്ങനെ അകക്കണ്ണിന് കാഴ്ച ഉണ്ടാകുമ്പോൾ മാത്രമേ ഈ ഉൾക്കാമ്പായി നിൽക്കുന്ന വസ്തുവിനെ അറിയാൻ പറ്റുകയുള്ളൂ. അകക്കണ്ണിന് കാഴ്ച ഉണ്ടാകുമ്പോൾ മാത്രമേ ഉൾക്കാമ്പിൽ വസിക്കുന്ന വസ്തുവിനെ അറിയാൻ അപ്പോൾ മാത്രമേ ഈ വൈവിധ്യങ്ങൾ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ബോധ്യമാവുകയുള്ളൂ. അപ്പോൾ മാത്രമേ വൈവിധ്യങ്ങൾ എന്തിനാണ് നിർമ്മിച്ചിരിക്കുന്നത് ബോധ്യമാകും. നമ്മൾ ഇന്ന് ലോകത്ത് പരിശ്രമിക്കുന്നതെല്ലാം ഒന്നാക്കി തീർക്കാനാണ്. ആ ഒന്നാക്കി തീർക്കാനുള്ള പരിശ്രമം ചെയ്യേണ്ടി വന്നത് ഇത് വലുതായി നിൽക്കുന്നത് കൊണ്ടാണ്. വലുതായി നിൽക്കുന്നത് ഈ വൈവിധ്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. ഈ വൈവിധ്യങ്ങൾ ഉണ്ടാക്കി ആനന്ദിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഒന്നായി ചേരുന്നത്? വൈവിധ്യങ്ങൾ ഉണ്ടാക്കി തനിക്ക് ആനന്ദിക്കുവാനാണ് സൃഷ്ടി ചെയ്തതെങ്കിൽ പിന്നെ ഒന്നായി ചേരാനും ഒന്നാക്കി തീർക്കാനും പരിശ്രമിക്കുന്നത് എന്തിനാണ്? ആ ഈ സൃഷ്ടി കൊണ്ടൊരു ഉദ്ദേശമുണ്ട്. അത് തനിക്ക് ആനന്ദിക്കാൻ തന്നെയാണ്. പക്ഷേ ഇതിനൊരു അവസാനമുണ്ട്. ഇത് തുടങ്ങിയതാണെങ്കിൽ ഇതിനൊരു അവസാനമുണ്ട്. ജനിച്ചതാണെങ്കിൽ മരിക്കുമെന്ന് പറയുന്നത് പോലെ, ഉണ്ടായതാണെങ്കിൽ ഇല്ലാതെയാകുമെന്ന് പറയുന്നത് പോലെ, ഏകനാഥനാകുന്ന ജഗത്പിതാവിന്റെ തിരുശബ്ദത്താൽ ഉണ്ടാക്കപ്പെട്ട പ്രകൃതി ലോകം ആ തന്നിലേക്ക് പൂർണ്ണമായി ലയിപ്പിക്കുവാനുള്ള സമയമിത ആഗതമായിരിക്കുന്നു. ആ അതിനുവേണ്ടിയാണ് എല്ലാം ഒന്നായി കാണുക, ഏവരും ഏകോപിക്കുക, എല്ലാം ഒന്നായി കാണുക, എല്ലാം ഒന്നായി കാണുക, ഏവരും ഏകോപിക്കുക, എല്ലാം ഒന്നായി കാണുക, അന്യമായി കാണുന്നെങ്കിൽ അജ്ഞാനങ്ങൾ ആകുന്നു. അന്യമായി കാണുന്നെങ്കിൽ അജ്ഞാനങ്ങൾ ആകുന്നു. ആ എല്ലാം ഒന്നാക്കി തീർക്കുവാൻ ഈ സൃഷ്ടിയാകുന്ന വിളവ് ഇറക്കിയിരിക്കുന്ന കൃഷിയുടെ ഉടമസ്ഥൻ, കൃഷിയുടെ ഉടമസ്ഥൻ കലിങ്കലിത ആഗതനായിരിക്കുന്നു. എന്തിനു വേണ്ടി? കർമ്മഫലം എടുക്കുന്നതിന് വേണ്ടി. ആ സൃഷ്ടിയാകുന്ന കൃഷി ഭൂമിയിലേക്ക് പ്രപഞ്ചത്തിലേക്ക് നടത്തിയിരിക്കുകയാണ്. അതിന്റെ വിളവെടുക്കാനാണ് ഇതിന്റെ കൃഷിയുടെ ഉടമസ്ഥൻ ആഗതനായിരിക്കുന്നത്. ആ ഇതിന്റെ വിളവെടുപ്പ് സൃഷ്ടാവും സൃഷ്ടിയും ഒത്തുചേർന്നുണ്ടാകുന്ന ആനന്ദമാണ്. ജന്മജന്മാന്തരമായി നീ കൃഷിയായി നിലനിന്നു വന്ന നിന്നിലേക്ക് ആനന്ദം ഉളവാകുമ്പോൾ മാത്രമേ സൃഷ്ടാവുമായി ചേരാൻ കഴിയുള്ളൂ. ആനന്ദം നിന്നിൽ ഉളവാകണമെങ്കിൽ പരിശുദ്ധി നിന്നിൽ ഉണ്ടാകണം. പരിശുദ്ധമായ സ്ഥലത്ത് മാത്രമേ ആനന്ദം ഉളവാകുകയുള്ളൂ. അങ്ങനെ പരിശുദ്ധമാക്കി തീർക്കുവാനാണ് ഈ പരിശുദ്ധ ജ്ഞാനം ഓതി ഭവിപ്പിക്കുന്നത്. ആ പരിശുദ്ധ ജ്ഞാനം ഉപദേശിക്കുന്നത് അതൊരു സാധാരണയാളല്ല. ഒരു സാധാരണ ആളിനെ കൊണ്ട് പരിശുദ്ധ ജ്ഞാനം ഉപദേശിക്കാൻ കഴിയില്ല. പരിശുദ്ധി ഇല്ലാത്ത ഒരാളിന് എങ്ങനെ
പരിശുദ്ധിയെ കുറിച്ച് പറയാൻ പറ്റും? പരിശുദ്ധിയില്ലാത്ത ഒരാളിനെ പരിശുദ്ധിയെ പറ്റി പറയാൻ കഴിയും. സാധാരണ മനുഷ്യർ പരിശുദ്ധിയെ പറ്റി പറയാറുണ്ട്. സാധാരണ പരിശുദ്ധിയെ പറ്റി പറയാൻ ഞാൻ പ്രഭാതത്തിൽ പറഞ്ഞതുപോലെ പേരിട്ട് പലതിനെയും വിളിക്കാം. പേരിട്ട് പലതിനെയും വിളിക്കാം. പല സാധനങ്ങളുടെയും പേര് തന്നെ ഇപ്പൊ പരിശുദ്ധി എന്നാണ്. അതിനകത്ത് പരിശുദ്ധി തൊട്ടു നീണ്ടിയിട്ട് പോലും പരിശുദ്ധി എന്ന് പറയുന്നത് സൃഷ്ടി ഉത്ഭവ കാരണമായി നിന്ന സർവജ്ഞാനമാണ്. ആ സർവജ്ഞാനമാണ് പരിശുദ്ധമാകാൻ വേണ്ടി നിന്നിലേക്ക് ജഗദീശ്വരൻ ദാനം ചെയ്യുന്നത്. ആ ജ്ഞാനം നിന്നിൽ ഭവിക്കുമ്പോൾ നീ പരിശുദ്ധമായി തീരും. അത് തരാൻ പരമപരിശുദ്ധനാകുന്ന ജഗദീശ്വരന് മാത്രമേ കഴിവും അധികാരവും ഉള്ളൂ. അങ്ങനെ ഉത്കൃഷ്ട ബോധരൂപനാകുന്ന ഈശ്വരൻ തന്റെ സർവജ്ഞാനത്തെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് ആത്മലോകത്തിലേക്ക് ദാനം ചെയ്ത് താൻ തന്നെ എഴുന്നള്ളി അതിൽ ആനന്ദിച്ച് സൃഷ്ടിയെ സ്വീകരിച്ച് തന്നിലേക്ക് ചേർക്കുന്നു. അപ്പോൾ ഈ വിളവെടുപ്പ് എന്ന് പറയുന്നത് ഇപ്രകാരം തന്റെ വാഴ്ച ആത്മാവിൽ അനുഭവപ്പെടുത്തുന്നതാണ്. ഇത് വളരെ വേഗം ആത്മാക്കൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ നിങ്ങൾ കൂടുതൽ ചിന്തിക്കുകയും നിങ്ങളുടെ ജന്മോദ്ദേശം അറിഞ്ഞ് പ്രവർത്തിക്കുകയും ചെയ്യാൻ ഇപ്രകാരമുള്ള കാര്യങ്ങൾ ഗ്രഹിക്കുകയും ഈ കാര്യങ്ങൾക്ക് അനുസരണമായി പ്രവർത്തിക്കുകയും പരിശുദ്ധി ആത്മാവിൽ സാക്ഷീകരിക്കുകയും പരിശുദ്ധ ഹൃദയത്തിലേക്ക് ഈശ്വരനെ എഴുന്നള്ളിക്കുകയും ആ എഴുന്നള്ളത്തിൽ കൂടി ആനന്ദിക്കുകയും അങ്ങനെ നീ പൂർണ്ണരൂപമായി തീരുകയും ചെയ്യുവാൻ പൂർണ്ണമായി 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 വാഴണേ. ഒരു ഭവനത്തിൽ ഒരു 5 പിച്ചാത്തി വാങ്ങിച്ചു. നല്ല ഉഗ്രൻ പിച്ചാത്തിയാണ്. നല്ല പണിയറിയാവുന്ന ഒരാളിനെ കൊണ്ട് അത് പണിയിപ്പിച്ച് കൈക്ക് എതമുള്ള നല്ല മൂർച്ചയുള്ള 5 പിച്ചാത്തി ഉണ്ടാക്കി. അതിലൊരെണ്ണം എടുത്തു ഉപയോഗിക്കാൻ അടുക്കളയിൽ വെച്ചു. ബാക്കി 4 സൂക്ഷിച്ച് ഒരു അലമാരിയിൽ വെച്ചു. കാരണം എപ്പോഴും ആ പണിക്കാരനെ കിട്ടുകയില്ല. ഇവരുടെ കണ്ടു കിട്ടിയപ്പോൾ നല്ലവണ്ണം അത് പഠിപ്പിച്ചെടുത്തതാണ്. ഈ ഒരെണ്ണം ഉപയോഗിക്കാൻ തുടങ്ങി. നല്ല മൂർച്ചയാണ്. വീട്ടിൽ വേറെ ആരും എടുക്കാൻ അനുവദിക്കാതെ ഗൃഹനായിക തന്നെ അത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്ര മൂർച്ചയുള്ള വിച്ചാത്തിയാണ്. വളരെ നാളുകൾ അത് നല്ല കൃത്യമായി അതിന്റെ ഉപയോഗം നടന്നു. നല്ലതായതുകൊണ്ട് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റി. വളരെ ഏറെ കാലം ഉപയോഗിക്കാൻ പറ്റി. അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തേഞ്ഞ് അത് ഉപയോഗിക്കാൻ കൊള്ളരുതാത്ത അവസ്ഥയിലേക്ക് മാറി. അപ്പോൾ വിചാരിച്ചു 4 സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് പോയി എടുക്കാം എന്ന് കരുതി ഓടിച്ചെന്ന് അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു. അപ്പോൾ അതിന്റെ വായ്ത്തലയെല്ലാം തുരുപ്പ് പിടിച്ച് വികൃതമായി പോയി. അതിന്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു. മൂർച്ചയെല്ലാം പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പോ കണ്ടാൽ തടിയിറക്കുന്ന വാളിന്റെ വായു പോലാണ് ഇരിക്കുന്നത്. കാരണം തുരുമ്പ് പിടിച്ച് അതിന്റെ മൂർച്ചയേറിയ ഭാഗമെല്ലാം ദ്രവിച്ചു പോയി. മൂർച്ചയേറിയ ഭാഗത്തിന് കനം വളരെ കുറവാണ്. ആ വായ്ത്തലയ്ക്ക് കനം വളരെ കുറവാണ്. അവിടെ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ അത് ഉപയോഗശൂന്യമായി. ഇതുപോലെയാണ് ചിന്തിക്കാനായി ഈശ്വരൻ തന്നിരിക്കുന്ന മനസ്സ്
ഈശ്വരൻ ദാനം ചെയ്തിരിക്കുന്ന മനസ്സ് അനുദിനം ആത്മജ്ഞാനങ്ങൾ ചിന്തിച്ച് 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 ആത്മാവിനോട് താതാത്മ്യം പ്രാപിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ അനുദിനം ചിന്തിച്ച് ചിന്തിച്ച് ആത്മാവിനോട് താതാത്മ്യം പ്രാപിച്ചു കൊണ്ടുവന്നില്ല എങ്കിൽ പിന്നീട് അതിന് ഉപയോഗമില്ലാതെ നഷ്ടപ്പെട്ടു പോകും. പിന്നീട് ഉപയോഗമില്ലാതെ നഷ്ടപ്പെടും. ഉപയോഗിക്കാൻ കൊള്ളരുതാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയി. ഉപയോഗിക്കാൻ കൊള്ളരുതാത്ത അപ്പോൾ എപ്പോഴും ഒരു ആലോചന, എപ്പോഴും ഒരു ആലോചന ആരാധ്യരൂപനാകുന്ന ഈശ്വരന്റെ ജ്ഞാനങ്ങളുമായി എപ്പോഴും മനസ്സിലുണ്ടാകും. ആരാധ്യരൂപനാകുന്ന ജഗദീശ്വരന്റെ ആ ജ്ഞാനങ്ങളുമായി എപ്പോഴും ഉണ്ടായിരിക്കും. ആ അകതാരിലുണ്ടാകണം. ആ സാരസമ്പൂർണമായ സർവജ്ഞാനത്തെ സമ്പൂർണമായ സർവജ്ഞാനത്തെ ലളിതമായി ഓരോ തിരുവിടലിൽ കൂടി അവതരിപ്പിച്ചു തന്നത് ലോകത്തിൽ ഇന്ന് നിലവിലുണ്ട്. ലളിതമായി ലോകത്തിൽ അവതരിപ്പിച്ചതും ഇന്ന് ലോകത്തിലുണ്ട്. അത് വളരെയേറെ നമുക്കിന്ന് സുലഭമാണ്. അത് വളരെ ഇന്ന് സുലഭമാണ്. അതെല്ലാം എടുക്കുകയും എല്ലാവരും പരിശോധിക്കുകയും വീണ്ടും വീണ്ടും പഠിക്കുകയും അതിനെ തന്നെ ചിന്തിക്കുകയും വീണ്ടും പുതിയതായി കേൾക്കുന്നതുമായി ഒത്തുചേർത്ത് നോക്കുകയും ദാനം ചെയ്തതിനോട് ഒത്തുചേർത്ത് അത് മാറ്റമില്ല എന്ന് സ്വയം അഭിമാനിക്കുകയും മാറ്റമില്ല എന്ന് സ്വയം അഭിമാനിക്കുകയും ഗുരു തന്നെയാണ് വാഴുന്നതെന്ന് സ്വയം തിരിച്ചറിയുകയും ഇത് തന്നെയാണ് വാഴുന്നത് സ്വയം തിരിച്ചറിയുകയും അപ്പോൾ വീണ്ടും വീണ്ടും പുതിയത് കേൾക്കുമ്പോൾ അതിൽ കൗതുകം വർദ്ധിക്കുകയും വീണ്ടും വീണ്ടും പുതിയ കേൾക്കുമ്പോൾ കൗതുകം ആ കൗതുകത്തിന്റെ വർധനവ് ആത്മനാഥന്റെ തിരുവിളയാട്ടത്തിന് കാരണമായി തീരുകയും അത്ഭുതത്തിന്റെ വർധനവ് ആ തിരുവിളയാട്ടത്തിൽ കൂടി ആനന്ദം അനുഭവപ്പെടുകയും പരമാത്മരൂപത്തിലേക്ക് ലയിക്കുകയും ചെയ്യും. അതിനു പകരം ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്തു വല്ലോ ആഹാരമൊക്കെ കഴിഞ്ഞുകൂടിയാ മതി എന്ന് ചിന്തിച്ചാൽ ഒരിക്കലും നമ്മുടെ മനസ്സുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഉപയോഗവും നടക്കുകയില്ല. പക്ഷേ മനസ്സിനൊരു പ്രത്യേകതയുണ്ട്, അതെപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുവാണ്. അതുകൊണ്ട് ആവശ്യമായ കാര്യങ്ങൾ അതിലേക്ക് കൊടുക്കാതിരിക്കുമ്പോൾ ഒരാവശ്യവുമില്ലാത്ത വൈശാചികമായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നുപോകും. വൈശാചികമായ ചിന്തകൾ വർദ്ധിക്കുമ്പോൾ വൈശാചികമായ കർമ്മങ്ങളും ഉണ്ടാകും. അങ്ങനെ പൈശാചികമായ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ പൈശാചികമായ ഫലവും ഉണ്ടാകും. ആ പൈശാചികമായ ഫലം നിന്നെ ഭരിക്കുമ്പോൾ നീ പിശാചായ ലോകത്ത് അങ്ങനെ പിശകറ്റുമാറാത്ത നാൾ വരെയും ഭൂതപിശാചുക്കൾ കൂടെയുണ്ട്. അല്ലാതെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു രൂപം കണ്ട് ഭയപ്പോ പിശാച് പിടികൂടി, അല്ലെങ്കിൽ വെള്ളത്തിലിറങ്ങി കുളിക്കുന്ന സമയത്ത് എന്തോ കാലെ കൊത്തിയപ്പോൾ പേടിച്ചു, അപ്പോൾ പിശാച് പിടികൂടി. ഇങ്ങനെ വിവിധ കാരണങ്ങൾ പറഞ്ഞാണ് വൈശാചിക ശക്തികൾ അധിവസിക്കുന്ന ആത്മാക്കളെ ഇവിടെ കൊണ്ടുവരുന്നത്. അതിന്റെ യഥാർത്ഥമായ കാരണം അതൊന്നുമല്ല. അവന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവളുടെ മനസ്സിൽ ഈ പിശകറ്റ് മാറാത്തത് കൊണ്ടാണ്, നല്ല ചിന്തകൾ അവളിൽ അല്ലെങ്കിൽ അവനിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പിശാച് പിടികൂടുന്നത്. പിശകറ്റ് മാറാത്ത നാൾ വരെയും ഭൂതപിശാചുക്കൾ കൂടെയുണ്ട്. പൈശാചികമായ ചിന്തകളിലേക്ക് ഒരിക്കലും ഒരു കാരണവശാലും മനസ്സിനെ കൊണ്ടുപോകരുത്. ഒരു കാരണവശാലും കൊണ്ടുപോകരുത്. കാരണം മനസ്സിൽ അധിവസിക്കേണ്ടത് ഈശ്വരനും തന്റെ ജ്ഞാനങ്ങളുമാണ്. ബോധവും ജ്ഞാനപ്രകാശവുമാണ്. ആ ജ്ഞാനപ്രകാശത്തിലൂടെ ബോധം ഉളവായെങ്കിൽ മാത്രമേ ബോധസ്വരൂപനെ ആത്മാവിൽ കാണാൻ കഴിയൂ. ആ ഈശ്വര രൂപത്തെ ആത്മാവായി കാണാൻ കഴിയുള്ളൂ.
മനുഷ്യജന്മം. ആത്മാവിൽ കൂടി ഈശ്വരനെ കാണുവാനുള്ള ഒരു ഏറ്റവും വലിയ സമയമാണ് ഈ മനുഷ്യജന്മം ഏറ്റവും മഹത്വപൂർണ്ണമാണ്. മനുഷ്യജന്മം ഏറ്റവും മഹത്വപൂർണ്ണമാണ്. ചിന്തിക്കാനുള്ള ശേഷി, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി, നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള പ്രാപ്തി, ഇതെല്ലാം ഏറ്റവും കൂടുതലുള്ളത് മനുഷ്യജന്മത്തിനാണ്. ആ മനുഷ്യജന്മം സ്വന്തം മഹത്വം അറിയാതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ചിന്തിച്ച് താഴോട്ട് പോയാൽ വീണ്ടും നീ മൃഗമായോ മരമായോ മണ്ണായോ ഒക്കെ രൂപം ധരിച്ചു പോകും. ആ ജന്മമെടുക്കേണ്ടി വരും. അങ്ങനെ ജന്മമെടുക്കാതെ മനുഷ്യജന്മമേ നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെ ഉൾക്കാഴ്ച ഉണ്ടാകാനുള്ളതുപോലെ എന്നും ഉള്ളതായുള്ള ജ്ഞാനം ഗ്രഹിച്ചുകൊള്ളുക. അങ്ങനെ ഉള്ളതായുള്ള ജ്ഞാനം ഉള്ളതുപോലെ ഗ്രഹിച്ചാലേ ഉൾക്കാഴ്ച ഉണ്ടാവുകയുള്ളൂ. ഉൾക്കാഴ്ച ഉണ്ടായാലോ ഇഹപരലോകം കാണാം, പാലാഴിയും പഞ്ചവടിയും കാണാം, പാലാഴി വാസനാം തന്നെ കാണാം. ആ പരിശുദ്ധ ഹൃദയമാണ് പാലാഴി. ആ പരലോകമാകുന്ന പാലാഴിയിലെ അനന്തശായിയായ ഈശ്വരനെ കാണാം. ആ അനന്തശായിയാണ് ജഗദീശ്വരൻ. കാരണം എന്താണ്? ആദിയന്തമില്ലാത്ത രൂപമാണ് തന്റെ രൂപം. അതുകൊണ്ടാണ് അനന്തശായി എന്ന് പറയുന്നത്. ആ അതിനൊരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നു, ഒരു നാഗത്തിന്റെ രൂപം ഉണ്ടാക്കിയിരിക്കുന്നു എന്നേ ഉള്ളൂ. അതല്ല, അനന്തമാണ് ഈശ്വര രൂപം. ആ ആദിയന്തമില്ലാത്ത രൂപത്തെ ഒരു ജന്മങ്ങൾക്കും നേരിട്ട് കാണാൻ സാധിക്കില്ല. എത്ര ശ്രേഷ്ഠമായ ജന്മമാണെങ്കിലും സാധിക്കില്ല. പിന്നെ എന്ത് വേണം? ഈശ്വരൻ തന്നെ സ്വയം തീരുമാനമെടുത്ത് സൃഷ്ടികൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ ഒരു രൂപം ധരിച്ച് ഭൂമിയിലേക്ക് വന്നെങ്കിലേ സൃഷ്ടികൾക്ക് കാണുവാൻ സാധിക്കുള്ളൂ. അങ്ങനെ സൃഷ്ടികൾക്ക് കാണുവാൻ തക്ക വിധത്തിൽ, സൃഷ്ടികൾക്ക് കേൾക്കുവാൻ തക്ക വിധത്തിൽ, സൃഷ്ടികൾക്ക് അനുഭവിക്കുവാൻ തക്ക വിധത്തിൽ ഇത്ര ലളിതമായ
വാഴുമ്പോൾ, ലളിതമായി ലോകത്തിൽ എഴുന്നള്ളി വന്ന് വാഴുമ്പോൾ ഈ മഹാഭാഗ്യത്തിന്റെ മഹത്വപൂർണമായ അവസ്ഥകളെ ചിന്തിക്കുക, ഈ മഹാഭാഗ്യത്തിന്റെ മഹത്വപൂർണമായ അവസ്ഥകളെ ചിന്തിക്കുക, പരിപൂർണമായി ചിന്തിക്കുക. പരിപൂർണമായി പരിശുദ്ധ പിതാവിനെ അറിയുക, പരിശുദ്ധ പിതാവിനെ അറിയുക, പരമാത്മ രൂപത്തെ കാണുക, പരമാത്മരൂപത്തെ ഓ കാണുക, പരലോക ആത്മാവിൽ അറിയുക. അങ്ങനെ പരലോകനാഥന്റെ ഈ ലോക വാഴ്ചയെ ആത്മാവ് നന്നായി അറിഞ്ഞിടുക. പരലോകനാഥന്റെ ഈ ലോകവാഴ്ചയെ ആത്മാവ് നന്നായി
ജയിക്കുവാനുള്ളതാണെങ്കിൽ ഒരിക്കലും പൈശാചിക ശക്തികൾ നമ്മളെ ഭരിക്കുകയില്ല. ഒരിക്കലും പൈശാചിക ശക്തികൾ നമ്മളെ അത് എത്തി നോക്കാൻ പോലും കഴിയില്ല. ഒരു പൈശാചിക ശക്തികൾക്കും നമ്മളിലേക്ക് എത്തി നോക്കാൻ പോലും കഴിയില്ല. കാരണം എന്താണ്? പരമാത്മാവിൽ നിന്ന് ഉദയം ചെയ്ത ജ്ഞാനപ്രകാശം നമ്മുടെ ആത്മാവിൽ തിളങ്ങി വിളങ്ങി ശോഭിക്കുകയാണ്. അങ്ങനെ പ്രശോഭിച്ച് നിലകൊള്ളുകയാണ്. ആ പ്രശോഭയിലേക്ക് ഒരു ഇരുട്ടിനും അടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഇരുട്ട് എത്തി നോക്കാത്ത അവസ്ഥയിൽ ആത്മാവ് വളർന്നു വരുമ്പോൾ, ജ്ഞാനപ്രകാശത്തിൽ ആത്മാവ് വളർന്നു വരുമ്പോൾ, ജ്ഞാനസ്വരൂപന്റെ തിരുനടനമാണ് പിന്നെ ആത്മാവിൽ ഉണ്ടാവുക. അതിന്റെ പേര് ആനന്ദ നടനമെന്നാണ്. ആ ആനന്ദ നടനമാണ് കലിയുഗത്തിൽ ഖഡ്ഗിയായി അവതരിച്ച ആത്മനാഥൻ പ്രതീക്ഷിക്കുന്നത്. ഓരോ ആത്മാവിനും ആ ആനന്ദ നടനമാണ് താൻ പ്രതീക്ഷിക്കുന്നത്. ആ തന്റെ തിരുനടനമൊന്ന് നടത്തുവാൻ ഓരോ ആത്മാവിനെയും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് താൻ കൂടെ നിലകൊള്ളുകയാണ്. അതിനുവേണ്ടി ഈ ലോകത്തിൽ, ഈ കലിയുഗത്തിൽ ഒരു വിധത്തിലുമുള്ള അന്ധകാരങ്ങൾ ആത്മാവിൽ അടുക്കാതെ തന്റെ സിംഹാസനം എപ്പോഴും പരമപരിശുദ്ധമായി നിലകൊള്ളുവാൻ, മാനവ ഹൃദയം പരമപരിശുദ്ധമായി നിലകൊള്ളുവാൻ, തനിക്ക് തിരുനടനം ചെയ്യുവാൻ എപ്പോഴും കാവലായി കരുത്തായി തുണയായി ഈശ്വരനിതാ കൂടെ വാഴുന്നു. ആ മനുഷ്യ ഹൃദയമാണ് ഈശ്വരന്റെ സിംഹാസനം. ആ സിംഹാസനത്തിലാണ് താൻ എഴുന്നള്ളി ആനന്ദിക്കുന്നത്. ആ ഹൃദയമാകും ശ്രീകോവിലിൽ ഹൃദയനാഥൻ വാഴുന്നു. കലിയുഗത്തിൽ പലവിധത്തിലുള്ള നിയമങ്ങൾ കലിസംഹാരമൂർത്തിയാകുന്ന ഈശ്വരൻ ദാനം ചെയ്തിട്ടുണ്ട്. അപ്രകാരം ഒരു നിയമമാണ് ഉത്രാട പൂജ. മുൻകാലങ്ങളിൽ നടത്തിക്കൊണ്ടിരുന്ന പൂജയല്ല, ഗുരുപൂജയാണ്. ആ ഗുരുതി കൊടുക്കുന്നതല്ല, മദ്യവും ലഹരി വസ്തുക്കളും വെച്ച് പൂജിക്കുന്നതല്ല. നമ്മുടെ ശരീരം നിലനിർത്തുവാൻ വേണ്ടി ഈ പ്രകൃതിയിൽ ഈശ്വരൻ ദാനം ചെയ്തിട്ടുള്ള നമുക്ക് ഭക്ഷ്യയോഗ്യമായ ഭക്ഷണ സാധനങ്ങൾ തിരുവോണം ഒരുങ്ങി ഉണ്ണാൻ വാങ്ങിക്കുന്നതിൽ നിന്ന് അല്പാൽപമായി എടുത്ത് പൂജാമുറിയിൽ ഒരുക്കി ദക്ഷിണയും സമർപ്പിച്ച് ഗുരുവിനെയും ശിഷ്യന്മാരെയും സ്വീകരിക്കുന്ന ചടങ്ങാണ് നമ്മുടെ ഉത്രാട പൂജ. അത് കലിയുഗത്തിലെ പുതിയ നിയമമാണ്. ഓ കലിയുഗ ഭക്തിയുടെ പുതിയ നിയമമാണ്. ആ നിയമം പാലിച്ച് ജീവിക്കുന്നവർക്ക് ആപത്തൊഴിഞ്ഞെന്നും ആനന്ദിക്കാം. ആ ഈ നിയമങ്ങൾ പാലിക്കുന്നവർക്ക് ആർക്കും ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവുകയില്ല. അന്നവസ്ത്രാദികൾക്ക് ഒട്ടുണ്ടാവുകയില്ല. അന്നദാന പ്രഭുവാകുന്ന ഈശ്വരൻ ഏവരുടെയും കൂടെ ഉണ്ടാകും. എല്ലാ ഭവനങ്ങളിലും ഉണ്ടാകും. അങ്ങനെ എല്ലാ ഭവനങ്ങളിലും ഇന്നത്തെ ദിനം ഈ ഉത്രാട പൂജ ഒരുക്കി ഗുരുവിനെ
ചെയ്യുന്നു.